ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യെസ് ബാങ്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം യെസ് ബാങ്കിൻ്റെ Q3 റിസൾട്ട് വന്നു. കൂടാതെ യെസ് ബാങ്കിനെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ക്യൂരിയോസിറ്റി ഇന്നലെ നമ്മൾ കണ്ടതാണ്. അതായത് യെസ് ബാങ്കിൻ്റെ ഫണ്ട് റൈസിങ്ങിനെ കുറിച്ചുള്ള ചില ന്യൂസുകൾ വന്നായിരുന്നു. അതായത് ഇന്നത്തെ Q3 റിസൾട്ടിനോടനുബന്ധിച്ച് നടക്കുന്ന ബോർഡ് മീറ്റിങ്ങിൽ യെസ് ബാങ്കിൻ്റെ ഫണ്ട് റൈസിങ്ങിനെ കുറിച്ചുള്ള ഒരു തീരുമാനം അറിയാൻ കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ഫണ്ട് റൈസിങ്ങിനെ കുറിച്ചുള്ള യെസ് ബാങ്കിൽ നിന്നും വന്ന തീരുമാനം എന്താണ്? അതുകൂടാതെ Q3 റിസൾട്ടിലെ തന്നെ പ്രധാനപ്പെട്ട ഫാക്റ്റുകളായ, അതായത് ബാങ്കിന് ഏകദേശം 40,000 കോടി രൂപയുടെ ഡെപ്റ്റ് അല്ലെങ്കിൽ NPA നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഉണ്ടായിരുന്നു. ആ 40,000 കോടി രൂപയുടെ NPAയിൽ നിന്നും ബാങ്ക് എത്രത്തോളം റിക്കവർ ചെയ്തു. കൂടാതെ ബാങ്കിൻ്റെ MD പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാങ്ക് പ്രധാനമായും കോർപ്പറേറ്റ് സെക്ടറിൽ നിന്നും ബാങ്ക് റീറ്റെയിൽ സെക്ടറിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. അപ്പോൾ റീറ്റെയിൽ സെക്ടറിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ പ്രോഫിറ്റിനോടൊപ്പം തന്നെ EPS ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം, അതായത് യെസ് ബാങ്കിനെ കമ്പയർ ചെയ്യാവുന്ന, അല്ലെങ്കിൽ യെസ് ബാങ്കിൻ്റെ റീസ്ട്രക്ചറിങ്ങിന് ശേഷം നമ്മൾ യെസ് ബാങ്കിന് മുൻപ് വന്ന Q3 റിസൾട്ടായ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ Q3 റിസൾട്ട് നോക്കുമ്പോൾ ബാങ്കിൻ്റെ പ്രോഫിറ്റും അതുപോലെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും ഒക്കെ നെഗറ്റീവിലായിരുന്നു. അതായത് ലാസ്റ്റ് ഇയറിൽ പ്രോഫിറ്റിലായിരുന്ന ഒരു ബാങ്ക് ഇപ്പോഴത്തെ Q3 റിസൾട്ട് വന്നതിന് ശേഷം നെഗറ്റീവിലാണ് റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും ഒക്കെ ഡിക്രീസ് ആയിട്ടുണ്ട്. ഈ അവസരത്തിൽ യെസ് ബാങ്ക് എങ്ങനെ പെർഫോം ചെയ്യുന്നു, അതുപോലെ തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് അതിൻ്റെ പ്രൊവിഷനിങ് എമൗണ്ട് കൂട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ യെസ് ബാങ്കിൻ്റെ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ യെസ് ബാങ്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ടുള്ള 17 ഇന്ന് ബ്രേക്ക് ചെയ്ത് താഴെ പോയെങ്കിലും ക്ലോസിംഗ് ബേസിൽ ആ 17 ഹോൾഡ് ചെയ്ത് 17.10 എന്ന നിലയിലാണ് ബാങ്ക് ക്ലോസ് ചെയ്തത്. അതൊരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യെസ് ബാങ്കിൻ്റെ ഫണ്ട് റൈസിങ്ങിനെ കുറിച്ചാണ്. അതായത് ഇന്ന് നടന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗിൽ 10,000 കോടി രൂപയുടെ ഫണ്ട് റൈസിങ്ങിനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ അപ്രൂവൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ സൈഡിൽ നിന്നും കിട്ടണം. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതായത് ഏത് മാർഗത്തിലൂടെയാണ് ഫണ്ട് റൈസ് ചെയ്യുന്നത്, പ്രീവിയസ് ഫണ്ട് റൈസിങ് പോലെ FPO വഴിയാണോ ഫണ്ട് റൈസ് ചെയ്യുന്നത്, അതോ റൈറ്റ് ഇഷ്യൂ വഴിയാണോ ഫണ്ട് റൈസിങ് ചെയ്യുന്നത്, അതോ QIP വഴിയാണോ ഫണ്ട് റൈസിങ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമ്മൾക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം യെസ് ബാങ്കിൽ നിന്നും. അതുപോലെ തന്നെ ഫണ്ട് റൈസ് ചെയ്യുമ്പോൾ ഷെയറിൻ്റെ പ്രൈസ് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച്, ഉദാഹരണമായി നമ്മൾ പ്രീവിയസ് ഫണ്ട് റൈസിങ്ങിൻ്റെ കാര്യം തന്നെ എടുക്കാം. അതായത് യെസ് ബാങ്ക് ഏകദേശം 2,000 കോടി രൂപയുടെ ഫണ്ട് റൈസിങ് കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് നടത്തിയത്. എനിക്ക് തോന്നുന്നു ജൂലൈ 12-ാം തീയതിയോ അല്ലെങ്കിൽ 13-ാം തീയതിയോ ആയിരുന്നു ഫണ്ട് റൈസിങ്ങിൻ്റെ ഡേറ്റ ആയിട്ട്, അല്ലെങ്കിൽ FPOയുടെ ഡേറ്റ ആയിട്ട് വെച്ചിരുന്നത്. അതിൽ സ്റ്റോക്കിൻ്റെ പ്രൈസായിട്ട് സെറ്റ് ചെയ്തിരുന്നത് 12 രൂപയും 13 രൂപയുമായിരുന്നു. അതിനു മുൻപ് സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ 25 രൂപ വാല്യൂഷൻ, 24 രൂപ വാല്യൂഷനുള്ള, അല്ലെങ്കിൽ 24 രൂപ കറണ്ട് മാർക്കറ്റ് പ്രൈസുള്ള സ്റ്റോക്ക് 12 രൂപ FPO വെച്ചതിന് ശേഷം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് FPOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ബാങ്കിന് നല്ല രീതിയിൽ ഒരു ഫണ്ട് റൈസിങ് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ സ്റ്റോക്കിൻ്റെ പ്രൈസ് ആ 24 രൂപ നിന്നും നേരെ 12 രൂപയിലേക്ക് മാറി. 12 രൂപ എന്ന സപ്പോർട്ടിൽ ബാങ്ക് ഒരുപാട് നാൾ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ബാങ്ക് അതിൻ്റെ നെക്സ്റ്റ് ലെവലായ 17 രൂപ എന്ന് പറയുന്ന റേഞ്ചിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് യെസ് ബാങ്കിൽ ഫണ്ട് റൈസിങ് വരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കണം. അതൊന്നാമത്തെ ഫാക്റ്റ്. ഇനി നമ്മൾക്ക് ക്വാർട്ടർലി റിസൾട്ട് അനാലിസിസിലേക്ക് കിടക്കാം. ക്വാർട്ടർലി റിസൾട്ട് അനാലിസിസിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്കിൻ്റെ ടോട്ടൽ ഇൻകം പരിശോധിക്കുകയാണെങ്കിൽ ടോട്ടൽ ഇൻകം ക്വാർട്ടർ ടു ക്വാർട്ടർ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ യെസ് ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ മറ്റ് കമ്പനികളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ബാങ്കിൽ നിന്നും വ്യത്യസ്തമാണ്. അതായത് ഇയർ ഓൺ ഇയർ കമ്പാരിസൺ ഇവിടെ ഒരു അർത്ഥമില്ലാത്ത രീതിയിലുള്ളൊരു കമ്പാരിസണാണ്. അതായത് 2019 ഡിസംബറിലുള്ള യെസ് ബാങ്ക് അല്ല ഇപ്പോഴത്തേത്. അതായത് 2020 മാർച്ചിൽ ബാങ്ക് ഫുള്ളി റീസ്ട്രക്ചേർഡ് ആയി കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു പുതിയ യെസ് ബാങ്കാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഇയർ ഓൺ ഇയർ കമ്പാരിസണിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ PDF അപ്ലോഡ്സിൽ യെസ് ബാങ്ക് അതിൻ്റെ ഫുൾ ഡേറ്റ ലാക്സിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിനെ കൺവേർട്ട് ചെയ്ത് കോടിയിൽ അല്ലെങ്കിൽ ക്രോഡ്സിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റിലേക്ക് കിടക്കാം. അതായത് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് ഏൺഡ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് 5,245 കോടിയിൽ നിന്നും ഉയർന്ന് 5,320 കോടിയായി മാറിയിട്ടുണ്ട്. ടോട്ടൽ ഇൻകം നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇൻകം 5,972 നിന്നും ഉയർന്ന് 6,000
545 മാറിയിട്ടുണ്ട്. ഇനി എക്സ്പെൻസിലേക്ക് പോകാം. അതായത് പ്രീവിയസ് ക്വാർട്ടർ 3 റിസൾട്ട് അല്ലെങ്കിൽ അതിന് മുൻപേ ഉള്ള രണ്ട് ക്വാർട്ടർ 2ഉം ക്വാർട്ടർ 1 റിസൾട്ടിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ബാങ്ക് അതിൻ്റെ എക്സ്പെൻസിൽ വളരെ വലിയ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. ആ ഒരു സ്ട്രാറ്റജി ബാങ്ക് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്വാർട്ടറിൽ ടോട്ടൽ എക്സ്പെൻസ് ഏകദേശം 4621 കോടിയായിരുന്നു. ആ 4621 കോടിയിൽ നിന്നും ഇപ്പോൾ അത് റെഡ്യൂസ് ചെയ്ത് ഏകദേശം 4263 കോടിയായി മാറിയിട്ടുണ്ട്. ഇതും വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് തന്നെയാണ്. ഇനി പ്രൊവിഷൻ എമൗണ്ടിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്ലൂഡിംഗ് പ്രൊവിഷൻ എമൗണ്ട് ആൻഡ് കണ്ടിജൻസി എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. ഏകദേശം 2285 ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്ലൂഡിംഗ് പ്രൊവിഷൻ എമൗണ്ട്. അതായത് ബാങ്ക് അതിൻ്റെ NPAസും അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി നല്ലൊരു എമൗണ്ട് പ്രൊവിഷൻ എമൗണ്ടായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അതായത് ഏകദേശം 2198 കോടി രൂപയാണ് ബാങ്ക് അതിൻ്റെ പ്രൊവിഷൻ എമൗണ്ടാക്കി മാറ്റി വെച്ചിരിക്കുന്നത്. ഈ പ്രൊവിഷൻ എമൗണ്ടിനെ ബാങ്കിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഈ ക്വാർട്ടറിൽ ഏകദേശം 147 കോടി രൂപയാണ് ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ്. ഇനി പ്രീവിയസ് ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ 120 കോടി രൂപയായിരുന്നു. അതായത് 120 കോടി രൂപയിൽ നിന്നും 147 കോടി രൂപയായി മാറിയിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലിയ ഒരു ജമ്പ് തന്നെയാണ് നമ്മൾക്ക് പ്രോഫിറ്റിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഇയർ ഓൺ ഇയറിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതായത് 2019 ഡിസംബറിൽ ഈ ബാങ്ക് ഏകദേശം വളരെ വലിയ ഒരു ലോസ് ജനറേറ്റ് ചെയ്ത ബാങ്ക് തന്നെയായിരുന്നു. ഏകദേശം 1856 കോടി രൂപയുടെ ലോസ് ആയിരുന്നു 2019 ഡിസംബർ ക്വാർട്ടറിൽ ഈ ബാങ്ക് പ്രൊജക്റ്റ് ചെയ്തത്. അവിടെ നിന്നും ബാങ്ക് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊവിഷൻ എമൗണ്ടും ബാങ്ക് കൂട്ടിയിട്ടുണ്ട്. പ്രീവിയസ് ക്വാർട്ടറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്വാർട്ടറിൽ നിന്നും ബാങ്ക് പ്രൊവിഷൻ എമൗണ്ടും കൂട്ടി. അതായത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. EPS നോക്കാം. EPS നോക്കുകയാണെങ്കിൽ ബാങ്കിൻ്റെ EPSലും നല്ലൊരു സ്ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് 0.05 അതായത് 5 പൈസയിൽ നിന്നും ബാങ്കിൻ്റെ EPS 6 പൈസയായി മാറി. ഇനി പ്രീവിയസ് ഇയറിൽ അതായത് 2019 ഡിസംബർ മാസത്തിൽ ബാങ്കിൻ്റെ EPS നോക്കുകയാണെങ്കിൽ അന്ന് EPS ബാങ്കിന് ഉണ്ടായിരുന്നില്ല. അതായത് പകരം ഏണിങ്ങിന് പകരം ലോസ് പെർ ഷെയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 72 രൂപ പെർ ഷെയറിൽ ബാങ്ക് ലോസ് അല്ലെങ്കിൽ ബാങ്ക് ലോസ്റ്റ് ആക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നും ഇപ്പോൾ 17 രൂപ വാല്യുവേഷനുള്ള ഒരു സ്റ്റോക്കിൻ്റെ ഷെയർ നമ്മൾക്ക് ഒരു ഷെയർ ഏകദേശം 6 പൈസയാണ് റിട്ടേൺ ആയിട്ട് തരുന്നത്. നമ്മൾ സ്റ്റോക്കിൽ ഈ ക്വാർട്ടർ 3 റിസൾട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ മറ്റു ചില ബേസിക് ഫാക്റ്റുകൾ കൂടി നമുക്ക് പരിശോധിക്കാം. അതായത് ഈ ടോപ്പിക്കിൽ നിന്നും പുറത്തുള്ളൊരു ഫാക്റ്റ് തന്നെയാണ്. അതായത് യെസ് ബാങ്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നോക്കി എല്ലാവരും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. മാക്സിമം ആൾക്കാർ വാല്യൂ ഇൻവെസ്റ്റിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരുമാണ്. പക്ഷേ യെസ് ബാങ്കിൻ്റെ PE നമ്മൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ EPS വെച്ച് നമ്മൾ യെസ് ബാങ്കിൻ്റെ PE നോക്കുകയാണെങ്കിൽ വളരെ വലിയ ഒരു PE ആണ് യെസ് ബാങ്കിൻ്റെ സൈഡിൽ നിന്നും കാണാനുള്ളത്. അതാരും നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം യെസ് ബാങ്കിനെ ആ രീതിയിൽ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയുകയില്ല. അതായത് ടോട്ടലി ഫ്ലാറ്റേഡ് ആയതിനു ശേഷം അല്ലെങ്കിൽ ബോട്ടം ലെവലിൽ എത്തിയതിനു ശേഷം ഒരു ടേൺ അറൗണ്ട് ചെയ്യുന്ന സ്റ്റോക്കാണ്. അതുകൊണ്ട് ആ ഹോപ്പ് ബേസിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ യെസ് ബാങ്കിൽ നടത്തുന്നത്. ഇനി യെസ് ബാങ്കിൻ്റെ ക്വാർട്ടർ 3 റിസൾട്ടിലെ പ്രധാനപ്പെട്ട ഫാക്റ്റുകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ക്വാർട്ടർ 3 റിസൾട്ടിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകളിലേക്ക് പോകാം. ഞാനിവിടെ ഡിസ്കസ് ചെയ്തത് യെസ് ബാങ്കിൻ്റെ കൺസോളിഡേറ്റഡ് ക്വാർട്ടർ 3 റിസൾട്ടാണ്. ഈ കൺസോളിഡേറ്റഡ് ക്വാർട്ടർ 3 റിസൾട്ടിൽ പ്രധാനമായും യെസ് ബാങ്കും യെസ് ബാങ്കിൻ്റെ സബ്സിഡറീസും ആണ് ഉൾക്കൊള്ളുന്നത്. അതായത് യെസ് ബാങ്കിനെ കൂടാതെ യെസ് ബാങ്ക് സെക്യൂരിറ്റീസ്, യെസ് ബാങ്ക് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കൂടാതെ യെസ് ബാങ്ക് ട്രസ്റ്റി ലിമിറ്റഡ് ഈ 3 സബ്സിഡറീസും യെസ് ബാങ്കിൻ്റെയും കൂടി ചേർന്നുള്ള കൺസോളിഡേറ്റഡ് ക്വാർട്ടർ 3 റിസൾട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് കീ അപ്ഡേറ്റ്സിലേക്ക് പോകാം. കീ അപ്ഡേറ്റ്സ് വഴി പറയുന്നത് ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ ഇൻക്രീസ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ്റെ ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ 7.7% ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം 1,46,233 കോടിയാണ് ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ്. ഇനി ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് ക്യാസ റേഷ്യോ. ക്യാസ റേഷ്യോയും യെസ് ബാങ്കിൻ്റെ വളരെ നല്ലൊരു ക്യാസ റേഷ്യോ ആണ്. അതായത് 26%. കൂടാതെ ക്യാസ റേഷ്യോ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഇൻക്രീസ് ആവുന്നുമുണ്ട്. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടതാണ്. ബാങ്കിൻ്റെ കീ അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ബാങ്കിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആയിട്ട് ഏകദേശം 2,286 കോടിയാണ് ബാങ്കിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതായത് 68
1% ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ പ്രൊവിഷൻ എമൗണ്ടും അതുപോലെ തന്നെ കണ്ടിജൻസി എമൗണ്ടും കൂടി ചേർത്തതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇനി നമ്മൾക്ക് ബാങ്കിൻ്റെ ക്യാഷ് റിക്കവറി റേഷ്യോ നോക്കാം. അതായത് ബാങ്കിൽ ഏകദേശം 40,000 കോടി രൂപയുടെ NPA ഉണ്ട്. ഈ 40,000 കോടി രൂപയുടെ NPAയിൽ ഇതുവരെ അതായത് ലാസ്റ്റ് ക്വാർട്ടറിൽ എത്ര കോടി രൂപ റിക്കവർ ചെയ്തു എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഏകദേശം 1,512 കോടി രൂപയാണ് ബാങ്ക് റിക്കവർ ചെയ്തത്. ഇത് ഈ ബാങ്കിൻ്റെ സൈഡിൽ നിന്നും ഒരു നെഗറ്റീവ് ഫാക്ട് തന്നെയാണ്. നമ്മൾ ക്ലിയർ കട്ട് ഫാക്ട് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് NPA റിക്കവറിങ്ങിൻ്റെ കാര്യത്തിൽ ഈ ബാങ്ക് അത്ര നല്ല രീതിയിലല്ല പെർഫോം ചെയ്യുന്നത്. ഇനി ഫിനാൻഷ്യൽ ഹൈലൈറ്റ്സിലേക്ക് വരാം. ഫിനാൻഷ്യൽ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 151 കോടി രൂപയായിട്ടുണ്ട്. അതായത് പ്രീവിയസ് ഇയറിനേക്കാളും അതുപോലെ തന്നെ പ്രീവിയസ് ക്വാർട്ടറിനേക്കാളും വളരെ നല്ല രീതിയിലാണ്. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ പ്രോഫിറ്റ് 16.5% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 2,560 കോടി രൂപയാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം. അതായത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 29.7% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിലാണ് യെസ് ബാങ്ക് പെർഫോം ചെയ്തത്. അതുപോലെ തന്നെ ക്വാർട്ടറിലെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 1,197 കോടി രൂപയാണ്. അതായത് 69.4% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 13.2% ഡിക്ലൈൻ ആയിട്ടുണ്ട്. വളരെ നല്ലൊരു ഫാക്റ്റാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഡിക്രീസ് ആവുക എന്നുള്ളത്. കാരണം ഒരു കമ്പനിക്കും അല്ല മാക്സിമം കമ്പനികളുടെ അതായത് ഇതുവരെ നമ്മൾ അനാലിസിസ് ചെയ്ത ക്വാർട്ടർ 3 റിസൾട്ടുകളെല്ലാം നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിനും അതുപോലെ തന്നെ റവന്യൂവിനും അക്കോർഡിംഗ് ആയിട്ട് കമ്പനിയുടെ എക്സ്പെൻസ് കൂടാറുണ്ട്. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക, ഈ സ്ട്രാറ്റജി ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ബാങ്കിൻ്റെ MD പ്രശാന്ത് കുമാർ ഒരു ഇൻ്റർവ്യൂവിൽ ഡയറക്റ്റായിട്ട് പറഞ്ഞതാണ്. ആ ഇൻ്റർവ്യൂയുടെ പ്രധാന ഭാഗങ്ങൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ അതായത് യെസ് ബാങ്കിൻ്റെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുമാണ്. ഇനി ബാങ്കിൻ്റെ നെറ്റ് അഡ്വാൻസ് നോക്കുകയാണെങ്കിൽ നെറ്റ് അഡ്വാൻസിലും ഏകദേശം 1.7% ഇൻക്രീസ് ആയിട്ടുണ്ട്. കൂടാതെ ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ നോക്കുകയാണെങ്കിൽ 120% ബാങ്കിൻ്റെ ലിക്വിഡിറ്റി റേഷ്യോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി റേഷ്യോ ആണ്. അതായത് ലിക്വിഡിറ്റി റേഷ്യോയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ ബാങ്കിൻ്റെ ക്വാർട്ടർ 2 റിസൾട്ട് അനാലിസിസ് ചെയ്തപ്പോൾ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. ലിക്വിഡിറ്റി റേഷ്യോയെക്കുറിച്ച് അറിയണമെന്നുള്ളവർക്ക് ബാങ്കിൻ്റെ അതായത് വെൽത്ത് ലൈഫിൻ്റെ പ്ലേലിസ്റ്റിൽ യെസ് ബാങ്ക് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. അവിടെ നിന്നും ക്വാർട്ടർ 2 റിസൾട്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടി കേട്ട് നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡിറ്റി കവറേജ് റേഷ്യോയെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടും. ക്യാപിറ്റൽ പൊസിഷനും അതുപോലെ തന്നെ CRAR നോക്കുകയാണെങ്കിൽ അതും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് തന്നെയാണ്. 13.1%, 19.6%. അസറ്റ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അസറ്റ് ക്വാളിറ്റീസും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഫാക്ട് ഒഴിച്ച് അതായത് NPA റിക്കവറി ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഈ ബാങ്ക് വളരെ നല്ല രീതിയിൽ അതായത് ബാങ്കിൻ്റെ ടോട്ടൽ സൈസും അതുപോലെ തന്നെ കറണ്ട് മാർക്കറ്റ് പ്രൈസും വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ക്വാർട്ടർ 3 റിസൾട്ട് തന്നെയാണ് ബാങ്ക് പ്രൊജക്റ്റ് ചെയ്തത്. യെസ് ബാങ്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ 1 ഡേ ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാകും. സ്റ്റോക്ക് മുമ്പ് 12 രൂപ മുതൽ 15 രൂപ റെസിസ്റ്റൻസിലായിരുന്നു മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം സ്റ്റോക്ക് ലാർജ് ക്യാപ് കാറ്റഗറിയിലേക്ക് മാറുന്നു എന്നുള്ളൊരു ന്യൂസ് വന്നതിന് ശേഷം സ്റ്റോക്കിൽ വളരെ വലിയ ഒരു പ്രൈസ് ഹൈക്ക് ഉണ്ടായി. സ്റ്റോക്ക് 21 രൂപ റേഞ്ചിലേക്ക് മാറുകയും ചെയ്തു. അവിടെ നിന്നും സ്റ്റോക്ക് ഗ്രാജുവലി കൂൾ ഓഫ് ആകുന്ന അല്ലെങ്കിൽ വീക്ക്നെസ് ആണ് നമ്മൾക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. അതായത് സ്റ്റോക്ക് 20 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് ആയിട്ടുള്ള 17 രൂപ 50 പൈസയ്ക്കും 18 രൂപ റേഞ്ചിലും ഒരുപാട് കാലം സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം സ്റ്റോക്ക് വീണ്ടും അതിൻ്റെ നെക്സ്റ്റ് സപ്പോർട്ടായിട്ടുള്ള 50 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 50 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് ആയിട്ടുള്ള 17 രൂപ റേഞ്ചും ക്രോസ് ചെയ്ത് അതായത് 17 രൂപ എന്ന് പറയുന്ന സപ്പോർട്ടും ക്രോസ് ചെയ്ത് താഴെ എത്തിയെങ്കിലും ക്ലോസിംഗ് ബേസിൽ നമ്മൾക്ക് ഈ സ്റ്റോക്ക് വീണ്ടും 17 രൂപയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കൂടാതെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലെ ഡെലിവറി നോക്കുകയാണെങ്കിൽ 43 രൂപയാണ് സ്റ്റോക്കിലെ ഇപ്പോഴത്തെ കറണ്ട് ഡെലിവറി. ഇനി സ്റ്റോക്കിലെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് അതായത് 17 രൂപ മുതൽ 21 രൂപ വരെയുള്ള റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 21 രൂപ സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസും 17 രൂപ സ്റ്റോക്കിൻ്റെ സപ്പോർട്ടുമാണ്. ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതായത് ഫണ്ട് റേസിങ്ങിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ കട്ട് ഇൻഫർമേഷൻസ് വന്നതിന് ശേഷം നമ്മൾക്ക് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്വാർട്ടർ 3 റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിലും 17 രൂപ നമ്മൾക്ക് ഇൻവെസ്റ്റിംഗ് റേഞ്ച് തന്നെയാണ്. കാരണം നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഒരു ക്ലിയർ കട്ട് ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ അറിയണമെങ്കിൽ സ്റ്റോക്കിൽ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് ആയിട്ടുള്ള 17 രൂപ റേഞ്ചിൽ തന്നെ നമ്മൾ 3 വർഷത്തേക്ക് മിനിമം 3 വർഷത്തേക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈ സ്റ്റോക്കിൻ്റെ ഒരു കറക്റ്റ് ഡയറക്ഷൻ മനസ്സിലാവുകയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്